എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള കുറച്ച് ഹോം മെയ്ഡ് ക്ലീനേഴ്സുമായിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും ക്ലീനിങ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ ക്ലീനിങ് ലോഷൻസ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങാറുണ്ട്. അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുന്ന കുറച്ച് ക്ലീനിങ് ലോഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 4 ക്ലീനിങ് സൊല്യൂഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് ഓർത്താണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലീനിങ് സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഓൾ പർപ്പസ് ക്ലീനറാണ്. അതായത് നമുക്ക് എല്ലാ ഭാഗത്തും എല്ലായിടത്തും ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലീനർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലൊരു ഫണൽ വെച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ 250 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. ആ കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. സാധാരണ ഏതെങ്കിലും കുപ്പി എടുത്തിട്ട് സ്പ്രേ പൈപ്പ് വാങ്ങിയിട്ട് അത് ഉപയോഗിച്ച് ചെയ്താലും മതി. ഇതൊന്നും ഇല്ലെങ്കിൽ സ്പ്രേ പൈപ്പും അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലും ഒന്നും ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഇത് ഒഴിച്ച് വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉപയോഗിക്കാം. ഇനി നമുക്കിതിലേക്ക് ഡിഷ് സോപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ഡിഷ് സോപ്പ്. അപ്പം ഞാനിത് ഒരു 1/2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് വെള്ളത്തിന് 1/2 ടേബിൾ സ്പൂൺ ഡിഷ് വാഷ് അല്ലെങ്കിൽ ഡിഷ് സോപ്പ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ടൈല് തുടയ്ക്കാൻ, അതുപോലെ തന്നെ സ്റ്റൗവ് തുടയ്ക്കാനായിട്ട്, ഒരുപാട് എണ്ണമയമുള്ള സ്റ്റൗ ആണെങ്കിൽ ഇത് തുടച്ചാൽ അത്ര എഫക്റ്റീവ് ആവില്ല. അല്ലാതെ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ രാത്രിയൊക്കെ സ്റ്റൗ ക്ലീൻ ചെയ്യുമല്ലോ, അപ്പോൾ അങ്ങനത്തെ ഉള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓൾ പർപ്പസ് ക്ലീനർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വിനാഗിരി ചേർത്ത് ഉപയോഗിക്കാം. പക്ഷേ വിനാഗിരി ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്രാനൈറ്റിലൊന്നും വിനാഗിരിയുള്ള ഓൾ പർപ്പസ് ക്ലീനർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ആദ്യമൊന്നും ഉപയോഗിക്കുമ്പോൾ അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഡെയിലി ഇത് ഉപയോഗിച്ച് തുടയ്ക്കുകയാണെങ്കിൽ കാലക്രമേണ ഗ്രാനൈറ്റിൻ്റെ കളർ ഫെയ്ഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് കൗണ്ടർ ടോപ്പ് തുടയ്ക്കുമ്പോൾ എസ് ഷേപ്പിൽ കൗണ്ടർ ടോപ്പ് തുടച്ചു കൊടുക്കുക. അതായത് നമ്മൾ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ തുണി വെച്ചിട്ടൊക്കെയാണ് തുടയ്ക്കുന്നതെങ്കിൽ ആ തുണി എസ് ഷേപ്പിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ അഴുക്കൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ട് വരും. ഇനി നമുക്കൊരു ഫ്രിഡ്ജ് ക്ലീനർ തയ്യാറാക്കാം. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു ലോഷൻ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഫണൽ വെച്ച് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് 1/3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സാധാരണ പൈപ്പ് വെള്ളത്തിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ചൂടുവെള്ളമാണ്. അപ്പോൾ ചൂടുവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചൂട് വേണ്ട, ഒരു നേരിയ ചൂട് മതി. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഡിഷ് വാഷ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഡിഷ് വാഷാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫണലൊക്കെ മാറ്റിയിട്ട് സ്പ്രേ ബോട്ടിലൊക്കെ അടച്ച ശേഷം നന്നായിട്ടൊന്ന് കുലുക്കി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് വെച്ച് ഫ്രിഡ്ജ് തുടയ്ക്കുകയാണെങ്കിൽ ഇതിൽ ഫ്രിഡ്ജിൽ എന്തെങ്കിലും കറകളോ അല്ലെങ്കിൽ എണ്ണമയോ അല്ലെങ്കിൽ കറികളുടെയോ എന്തെങ്കിലുമൊക്കെ അഴുക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സൊല്യൂഷനാണ്. അപ്പോൾ ഈ സൊല്യൂഷൻ വെച്ച് നമ്മുടെ ഫ്രിഡ്ജൊക്കെ നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫ്രിഡ്ജിലേക്കൊക്കെ ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു തുണി വെച്ച് തുടച്ചെടുത്താൽ മതി. അപ്പോൾ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് തുടയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ഇത് ഒരുപാട് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. കാരണം നമ്മളിതിൽ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കാത്തത്. അപ്പോൾ എല്ലാവരും ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇനി ഈ സൊല്യൂഷൻസ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മിറർ ക്ലീനറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഫണൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വിനാഗിരി വേണം. അപ്പോൾ 1/2 കപ്പ് വിനാഗിരി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് വിനാഗിരി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിറർ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ 1/2 കപ്പ് വെള്ളവും 1/2 കപ്പ് വിനാഗിരിയും കൂടി ചേർത്തിട്ട് നമുക്കിത് മിറർ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ ഒരുപാട് മിററിലൊക്കെ കറകളൊക്കെ ഉണ്ടെങ്കിൽ, സ്റ്റെയിനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കോൺഫ്ലവർ ആണ്. നമ്മൾ സാധാരണ കറികൾക്കും അതുപോലെ പാചകത്തിനൊക്കെ ഉപയോഗിക്കുന്ന കോൺഫ്ലവർ. ഇതൊരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ആണ്. ആ 1/2 ടീസ്പൂൺ കോൺഫ്ലവർ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കോൺഫ്ലവർ ഇട്ട ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്കിതിൻ്റെ അടപ്പടച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് മിറർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഡെയിലി നമുക്ക് കോൺഫ്ലവറിൻ്റെ ആവശ്യം വരില്ല. ഡെയിലി ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് ജസ്റ്റ് വിനെഗറും വെള്ളവും മാത്രം മതി. അപ്പോൾ ഇടയ്ക്കൊക്കെ
മിററിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കറകളൊക്കെ പിടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കറകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവറും കൂടി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ മിറർ തുടയ്ക്കുമ്പോഴും ഇങ്ങനെ ഒരു എസ് ഷേപ്പിൽ എസ് മോഷനിൽ നമ്മുടെ കൈ ചലിപ്പിച്ചിട്ട് തുടയ്ക്കുക. അപ്പോൾ അതിൽ അഴുക്കുകളൊന്നും പോവില്ല. സാധാരണ ചിലപ്പോൾ നമ്മളിങ്ങനെ മൊത്തത്തിലിങ്ങനെ ഉരച്ചൊരച്ച് തുടയ്ക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. എസ് ഷേപ്പിൽ തുടയ്ക്കുക. അപ്പോൾ അതിലുള്ള അഴുക്കുകളൊക്കെ നല്ല ക്ലീനായിട്ട് പോയി കിട്ടും. ഇനി നമുക്ക് ഒരു ഫ്ലോർ ക്ലീനർ തയ്യാറാക്കാം. അതായത് നമ്മൾ സാധാരണ നിലമൊക്കെ തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഫ്ലോർ ക്ലീനർ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഏതാണ്ട് 1 ലിറ്റർ വെള്ളമുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് കർപ്പൂരം ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ കത്തിക്കാനൊക്കെ ആയിട്ട് കർപ്പൂരം ഉപയോഗിക്കാറില്ലേ, ആ കർപ്പൂരത്തിന് ക്യാംഫർ ബോൾസ് എന്നും പറയാറുണ്ട്. അപ്പോൾ കർപ്പൂരം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 14 ചെറിയ ബോൾസ് ആയിട്ടുള്ള കർപ്പൂരമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ കർപ്പൂരം ഇട്ട ശേഷം നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. അപ്പം ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന പൊടിയുപ്പ് ഇട്ടാലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പുൽത്തൈലോ അല്ലെങ്കിൽ എന്തെങ്കിലും എസൻഷ്യൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല സ്മെല്ല് കിട്ടും. അത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഇനി ഇത് നമുക്കൊരു രാത്രി അല്ലെങ്കിൽ ഒരു 24 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്കിത് നിലം തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിലം തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത ശേഷം ഒരു കുപ്പിയിൽ അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഈ കർപ്പൂരത്തിൻ്റെ ബോൾസൊക്കെ വെള്ളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് അലിയാൻ വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു മിനിമം ഒരു രാത്രി ഫുള്ള് വെക്കുക. അപ്പോൾ തന്നെ അതിൽ ആ അംശങ്ങളൊക്കെ അതിൻ്റെ ആ ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഇത് വെച്ച് നമ്മൾ തറ തുടയ്ക്കുകയാണെങ്കിൽ തറയൊക്കെ നല്ല വൃത്തിയാവും. അതുപോലെ തന്നെ അണുക്കളൊന്നും അധികം വരില്ല. പിന്നെ ഉറുമ്പ് അതുപോലുള്ള പ്രാണികളുടെയൊക്കെ ശല്യം കുറച്ച് കുറയാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു 3 ലിറ്റർ വെള്ളത്തിന് 1/2 കപ്പ് എന്നുള്ള അളവിൽ നമ്മൾ തയ്യാറാക്കിയ ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് തറയൊക്കെ തുടച്ച് വൃത്തിയാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കണും വരും. അതും കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.